ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നീ സ്റ്റോക്സ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു പുതിയ ജേണൽ ചെയ്യാൻ പോകണം. കുറേ കാലം നമ്മളിങ്ങനെ ജേണലൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ യുഎൻ്റെ ഒരു നോട്ട്ബുക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഞാൻ വിചാരിച്ചാൽ ആദ്യം അൺറൂൾഡ് ആണ്, പക്ഷേ നോക്കുമ്പോഴത്തേക്ക് റൂൾഡ് ആണ് കേട്ടോ. ഇത് പിന്നെ എൻ്റെ ഈ മാഗ്നറ്റിക്കിൻ്റെ സാധനം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് പേജ് സെക്കൻഡ് പേജ് ഒന്നും ചെയ്യില്ല, ഞാൻ നേരെ തേർഡ് പേജിലേക്ക് രണ്ടെണ്ണം ഇങ്ങനെ ഇതാക്കിയത്. നമ്മളിപ്പോൾ ഹാരി പോട്ടറിൻ്റെ ജേണലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് സാമഗ്രികളും മാർക്കറും പെന്നും സ്റ്റിക്കേഴ്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ജേർണൽ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റായിട്ട് നമ്മളിത് ഈ ഒരു പാർട്ടിൽ മറ്റേ ദ ബോയ് ഹൂ ലൈസ് എന്നുള്ള ആ ഒരു കട്ടിങ് ആണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മളതിനെ അവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. നല്ലൊരു രസമുണ്ടാകും ഇങ്ങനെ ന്യൂസ് പേപ്പറിലെല്ലാം പോലത്തെ ഇതാക്കാൻ. സോ ഹാരി പോട്ടറിൻ്റെ ജേർണലാണ് ഞാൻ അവസാനമായിട്ട് വിചാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് കേട്ടോ. കുറേ ഇരുന്നാലോചിച്ച് എന്തിൻ്റെ അധികമാണെന്ന് വിചാരിച്ചപ്പോൾ പിന്നെയാണ് ഹാരി പോട്ടറിൻ്റെ അവസാനമായിട്ട് എൻ്റെ മൈൻഡിൽ വന്നത് ഇത് ജേർണലാണ്. പിന്നെ നേരെ ഒന്നും നോക്കിയില്ല, ഇതൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചു. ആദ്യം വരയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തി, അതൊക്കെ പാളിപ്പോയവരാണ് പ്രിൻ്റ് എടുക്കാൻ പോയത്. പിന്നെ എന്നിട്ട് ആദ്യം അതിനെ അവിടെ ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഗോൾഡൻ ട്രീയും ഹാരി പോട്ടറും ഹെർമോണിയും റോണും ഒക്കെയുള്ള ആ ഒരു ചിത്രം കൂടി പ്രിൻ്റ് എടുത്തിട്ട് അതിനി ഞാൻ വിചാരിക്കുന്നത് അതിനെ മറ്റേ ന്യൂസ് പേപ്പറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിക്കാനാണ്. അത് പിന്നെ നടുവൊന്ന് മടക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം നല്ല രസമായിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ കണ്ടോ, ഇനി നമ്മൾ ഈ ബുക്കിനൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കും കണ്ടോ. എന്നാലും ഇങ്ങനെ നടുവിലൊരു മടക്ക് വരും. ഒന്നും കൂടി മെനയൊക്കെ നടക്കി കൊടുത്തിട്ട് ഇങ്ങനെയാണ്. എന്നിട്ട് അത്രയൊന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ എന്നിട്ട് വിരൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ സോർട്ടിങ് ഹാറ്റിനെയാണ് ഒട്ടിക്കാൻ പോകുന്നത്. സോർട്ടിങ് ഹാറ്റ് ഇല്ല, അതൊരു ഹാരി പോട്ടർ ജേർണൽ ഇല്ല എന്നാണ് ഞാൻ കണ്ടെടുത്തോടെ എനിക്ക് മനസ്സിലായത്. കാരണം എല്ലാ ജേർണലിൻ്റെ ഐഡിയാസ് നോക്കുമ്പോൾ എല്ലാത്തിലും ഒരു സോർട്ടിങ് ഹാറ്റ് ഉണ്ടാവും, അല്ലാതെ ഒരു ജേർണൽ ഇല്ലായിരുന്നു. പിന്നെ സോർട്ടിങ് ഹാറ്റിനെ നോക്കി പ്രിൻ്റ് എടുത്തതാണ്. ഇനി ഈ സോർട്ടിങ് ഹാറ്റിന് ഇവിടെ വെക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതുകൊണ്ട് ഇത് ഇവിടെ ആയിട്ട് വെക്കുന്നുണ്ട്. അവിടെ എനിക്ക് എന്തോ ഒരു ബ്ലാങ്ക് പോലെ ഫീൽ ചെയ്തു. പിന്നെ അവിടെ വെക്കാനൊരു സാധനം ഉണ്ടായിരുന്നില്ല. പിന്നെ യു നോ ഹൂ ദ വോൾഡമോർട്ട് ടോം റിഡിൽ എന്നൊക്കെ പറയപ്പെടുന്ന ഈ വോൾഡമോർട്ട് തന്നെയാണ് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത്. അത് ഹാരി പോട്ടറിൻ്റെ തലേൻ്റെ താഴെയിട്ട് ഒട്ടിക്കാനായിരുന്നു എൻ്റെ ഒരു ഇത്. ആദ്യം ഞാൻ മേലെ നോക്കി, പിന്നെ താഴെ നോക്കി, പിന്നെ ഞാൻ ഏറ്റവും സൈഡിലായിട്ട് ഒട്ടിച്ചു വെച്ചു. അപ്പം അവിടെ ഈ വോൾഡമോർട്ടിനെയും കൂടി ഒട്ടിച്ചപ്പം അത് ഞാൻ കുറേ അതിന് അടിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആൾ ഒട്ടാനായിരുന്നു. പിന്നെ ഇത് മിനിസ്ട്രി ഓഫ് മാജിക് എന്നുള്ള ആ ഒരു ഇതിൻ്റെ ലോഗോ ആണ് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചത്. അതിനെ ഞാൻ മുറിച്ചിട്ട് ഈ ഒരു അതിൻ്റെ ഡയറീൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒട്ടിക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. എന്നിട്ട് അവിടെ പകുതി മാത്രം ഒട്ടിക്കും, എന്നിട്ട് അപ്പുറത്തെ പേജിൽ അതിൻ്റെ ബാക്കി പകുതി ഫോൾഡ് ചെയ്ത് വെക്കും. അന്നേരം ഒരു രസമാണ് കണ്ടോ, പകുതി മാത്രമുള്ളവരും. ഇനി അടുത്തതായിട്ട് നമുക്കെന്തെടുക്കാം, ഇതെടുക്കാം. ഡെത്ലി ഹാലോസിൻ്റെ ലോഗമാണ് അടുത്തതായിട്ട് എടുക്കുന്നത്. എല്ലാത്തിൻ്റെയും ലോഗമാണ്. ഇനി അതിന് മിനിസ്ട്രി ഓഫ് മാജിക്കിൻ്റെ സൈഡിലായിട്ട് ഒട്ടിക്കണോ അതോ വേറെ എവിടെ ഒട്ടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ തന്നെ ഒട്ടിക്കാം. എന്നുവെച്ചാൽ അതിനെ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ബാക്കി അവിടെ ഒട്ടിക്കാം. ഇതാണ് ഹാരിയുടെ ഗോഡ് ഫാദർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ്. അപ്പം ഈ ഒരു പേപ്പർ കട്ടിങ്ങും കൂടി നമുക്ക് അവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിനെ ഈ ചിത്രത്തിൻ്റെ എല്ലാം മേലായിട്ട് ഞാൻ ഒട്ടിക്കുന്ന എല്ലാ സംഭവങ്ങളും ഓരോരോ പ്രിൻ്റ് എടുത്ത സാധനങ്ങളുടെ മേലായിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പം നല്ല രസമായിരിക്കും കാണാനായിട്ട്. സോ അടുത്തതായിട്ട് നമ്മളൊരു സ്റ്റിക്കറാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഇതിനെ പറിച്ചെടുക്കാൻ ഭയങ്കര പാടുണ്ടായിരുന്നു. അവസാനം അത് എൻ്റെ നഖത്തിനുള്ളിൽ കുടുങ്ങിപ്പോയിട്ട് ചുളിഞ്ഞൊക്കെ പോയായിരുന്നു. എന്നിട്ട് ഞാനതിനെ ഇതിൻ്റെ താഴെയായിട്ട് ആ പേപ്പർ കട്ടിങ്ങിൻ്റെ താഴെയായിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. അടുത്തായിട്ട് നമുക്കിത് ഹെർമിയോണീനെ ഒട്ടിക്കാം. ഹെർമിയോണീനെ മറ്റേ സോർട്ടിങ് ഹാറ്റിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ഒട്ടിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രസം ഉണ്ടാവുമായിരിക്കും. അപ്പം നമുക്ക് അവിടെ നിന്ന് ഒട്ടിച്ച് നോക്കാം. ഇത് രസമുണ്ട്. ഇനി നമുക്കിതിനെ മിഡിൽ നിന്നായിട്ട് ഫോൾഡ് ചെയ്യണം. നേരത്തെ ഫോൾഡ് ചെയ്തപ്പോൾ ഹെർമിയോണിയാണ് ഫോൾഡ് ആയത്. ഇത്തവണ ഹെർമിയോണിയാണ് ഫോൾഡ് ആയത്. പിന്നെ സ്റ്റിക്കേഴ്സിൽ തന്നെ കുറേ ലൈൻസൊക്കെ എഴുതി വെച്ചിട്ടുള്ള ടൈപ്പ് സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പം ഞാനതിനെ കത്രി കൊണ്ട് നോക്കി, കൈ കൊണ്ട് നോക്കിയിട്ട് അവസാനം കൈ കൊണ്ട് തന്നെയാണ് ആയത്. കാരണം അതിന് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ നടുവിൽ ഒട്ടിച്ചിട്ട് അവിടെ മടക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാം മടക്കിയിട്ട് ഒട്ടിക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് തന്നെ. ഇനി അടുത്തതായിട്ട് നമുക്കറിയാം, ഇത് കണ്ടോ, ഗോൾഡൻ ട്രിയോയിലെ ഹാരി പോട്ടറിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിട്ട് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാരി പോട്ടറിന് മാത്രമാണ് അതിൽ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഹാരി പോട്ടറിനെ എടുത്തിട്ട് അതിന് ജസ്റ്റ് ഇങ്ങനെ കീറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇനി ഇതിന് അവൻ്റെ ഗോഡ് ഫാദറിൻ്റെ അടുത്ത് വെക്കാം. അതാ അവിടെ ആയിട്ട് വെക്കുന്നത് നമ്മൾ റൈറ്റ് സൈഡിലായിട്ട്. എന്നിട്ട് അത് മര്യാദയ്ക്ക് ഒട്ടാൻ വേണ്ടിയിട്ട് പശ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ അടുത്ത ഒരു ലൈൻസ് എഴുതിയൊരു സ്റ്റിക്കറാണ്. ഹെർമിയോണിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
സോ ഇനി അടുത്തത് വേറെ പരിപാടി എന്ന് പറയുമ്പോൾ സ്നേപ്പിന് ഒട്ടിച്ചാലോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. സെവറസ് സ്നേപ്പ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ എടുത്തു. അപ്പം അതിനെ ഞാൻ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാരി പോട്ടറിലെ മൊത്തം ക്യാരക്ടേഴ്സിന് ഇങ്ങനത്തെ ഒരു രൂപത്തിലാണ് പ്രിൻ്റ് എടുത്തത്. എൻ്റെ സെവറസ് സ്നേപ്പിനെ ഇത് അവിടെ ഒട്ടിച്ച് ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ ലൈനിൻ്റെ കുറച്ചപ്പുറത്ത്. ഇനി നമ്മൾ വരച്ചിട്ടുള്ള പണിയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇനിയും പ്രിൻ്റ് ചെയ്ത സാധനങ്ങൾ എടുത്താൽ അടുത്ത ജേണലിൽ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനിപ്പോൾ പിശുക്കുന്നതാണെന്നൊന്നും ആരും വിചാരിക്കാതെ, എന്നാലും കുറച്ച് ദിവസത്തേക്കാണ് അതിനവിടെ വെച്ചത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എഴുതി വെക്കുന്നത് ബ്രേക്കിംഗ് റിംഗോട്ട്സ് എന്നാണ്. പിന്നെ ഹാരി പോട്ടറിൻ്റെ കണ്ണടയും മറ്റേ സ്കാറും വരച്ചു കൊടുത്തിട്ടു. അടുത്തതായിട്ടൊരു മഞ്ഞ ബ്രഷ് പെൻ എടുത്തിട്ട് ഹാരി പോട്ടറിൻ്റെ സ്കാർ വരച്ചു. പിന്നെ ഒരു ഇൻഫിനിറ്റി പോലെയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഡെത്ത്ലി ഹാലോസിൻ്റെ ചിഹ്നമാണ് എടുത്തിട്ടത്. സോ നിങ്ങൾക്ക് എൻ്റെ ജേർണൽ ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ്